ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ് ഒരു ലൈവ് പോയ സമയത്ത് നമ്മുടെ ചാറ്റിൽ നമ്മുടെ കുട്ടികളുടെ ലൈവ് ചാറ്റിലുണ്ടായൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഒരു മോള് ഇങ്ങനെ ചാറ്റിൽ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞോ, നിങ്ങളെല്ലാവരും പഠിച്ച് എവിടെ എത്തി എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് മിസ് അവർ അഡ്രസ്സ് ചെയ്തത്, നമ്മൾ ചാറ്റ് ആയതുകൊണ്ട് തന്നെ മിസ് ചോദിച്ചു, അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കണേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ സിൻസിയർ ആയിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളോടൊരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ച് എവിടെ എത്തി അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഞാൻ എക്സാമിന് ഫുൾ സെറ്റാണ് എന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞെങ്കിൽ കൂടെ നിങ്ങൾ ആ ഒരു ആൻസർ പറയൂ. എന്താണ് നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള റിപ്ലൈ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. കാരണം വേറെ ഒന്നും കൊണ്ടും അല്ല, നമ്മളെപ്പോഴും എന്താണ് എല്ലാവരും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലേ, അപ്പോൾ ആരും പഠിച്ചിട്ടില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നായിരിക്കും നമ്മളുടെ ഫ്രണ്ട്സൊക്കെ പൊതുവേ പറയുന്ന ഒരു ആൻസർ അല്ലേ. ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, എക്സാം ആകുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് പറയും, ഞാനും ഒന്നും പഠിച്ചിട്ടില്ല, നമ്മൾ സെയിം സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അല്ലേ, എന്നാൽ ഹൈഫൈ ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ എക്സാമിന് മാർക്ക് കിട്ടുമോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്? ഞാനും ഒന്നും പഠിച്ചില്ല, അപ്പോൾ സമാധാനമായി, ആരും ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ പൊട്ടുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ റിയാലിറ്റി അതാണോ? ഒരിക്കലും അല്ല. കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പഠിച്ചെങ്കിൽ കൂടെ നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മളെ ഫ്രണ്ട്സിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, അവൻ വലിയ പഠിപ്പിസ്റ്റ് അല്ലെങ്കിൽ അവൾ വലിയ പഠിപ്പിസ്റ്റ്, നമ്മുടെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പിയർ പ്രഷർ ഉള്ളത് കാരണം നമ്മൾ ആരും തന്നെ പഠിച്ചെങ്കിൽ കൂടെ പഠിച്ചു എന്ന് നമ്മൾ തെളിച്ച് പറയില്ല അല്ലേ. ഇനി വേറൊരു കാര്യം എൻ്റെ കുട്ടികൾ ചിന്തിക്കേണ്ടത്, അവർ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാർക്സ് കിട്ടുള്ളൂ അല്ലേ. യെസ്, ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആരോടൊക്കെ ചോദിച്ചാലും, ഈവൻ നിങ്ങളോടൊപ്പം മിസ് ചോദിച്ചെങ്കിൽ കൂടെ നിങ്ങളും ചാറ്റിൽ മിസ് ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കമൻറ്റ് കണ്ടിട്ട് എന്താണ് വിചാരിക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. യെസ് അല്ലേ. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇട്ടാലും മതി. അപ്പോൾ മിസ്സിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. റിയാലിറ്റി ഇതാണ്, നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാവരും പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴായിരിക്കും. അതെങ്ങനെയാണ് മിസ്സിന് എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുക? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എക്സാമിന് തന്നെ CBSE ലക്ഷ്യ ബാച്ച് ഉണ്ട്, ക്ലാസ് 10ൻ്റെ. ആൻഡ് നമ്മൾ +1 നമ്മളുടെ സയൻസ് ബാച്ചും കൊമേഴ്സ് ബാച്ചും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൽ തന്നെ ഒത്തിരി മക്കൾ ഓൾറെഡി നമ്മുടെ +1 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവരാരും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യുന്നില്ല. ഈ +1 അഗ്നി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത മക്കൾ എന്ന് പറഞ്ഞാൽ അവർ അടുത്ത വർഷത്തേക്ക് അവരുടെ +1 വേണ്ടി അവരിപ്പോഴേ റെഡി ആയിരിക്കുകയാണ്. അതിനർത്ഥം അവർ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അഡ്മിഷൻ എടുത്തത്? ഒരിക്കലല്ല, സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുമോ എല്ലാവരും ലാസ്റ്റ് മിനിറ്റിലാണ് പഠിക്കുന്നതെന്ന്. ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിലൊന്നും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ യൂട്യൂബ് ക്ലാസ്സൊക്കെയാണ് കണ്ട് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രയധികം പഠിക്കാനുണ്ട് അല്ലേ. ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചിട്ടൊരു തീരുന്നുമില്ല. ആൻഡ് ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങൾ +1 എത്തുമ്പോൾ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ CBSE ക്ലാസ് 10 നിങ്ങൾക്ക് സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണുള്ളത്. അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട് അല്ലേ. അതിൽ ബയോളജിയിൽ നിങ്ങൾക്ക് ആകെ 5 ചാപ്റ്ററാണുള്ളത്. എത്ര ചാപ്റ്ററാണ്? നമുക്ക് നമ്മളുടെ ബയോളജി എടുത്തു കഴിഞ്ഞാൽ വെറും ബയോളജിയിൽ മാത്രം നിങ്ങൾക്ക് എത്രയാണ്? 5 ചാപ്റ്ററേ ഉള്ളൂ നിങ്ങളുടെ ക്ലാസ് 10. പക്ഷേ നിങ്ങൾ +1 വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോളജിയിൽ മാത്രം 19 ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ആലോചിച്ചു. ബയോളജിയിൽ മാത്രമാണ് നിങ്ങൾക്ക് 19 ചാപ്റ്റർ. ഇവിടെ ബയോളജിയിൽ നിങ്ങൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ കുറേ പ്രോസസ്സുകൾ ഉണ്ടല്ലേ, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞു. അത് ഓരോന്നും ഇവിടെ ഓരോ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എത്ര അധികം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആൻഡ് ഇതൊന്നും തന്നെ നമുക്ക് ഒറ്റ രാത്രി കൊണ്ടോ എക്സാം ടൈമിൽ മാത്രം ഇരുന്നോ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല.
അത് മനസ്സിലാക്കിയ കുറേ കുട്ടികളാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട് പഠിക്കാൻ റെഡി ആയിട്ടുള്ളത്. അതിൽ മെജോറിറ്റി നമ്മളുടെ CBSE ക്ലാസ് 10 മക്കൾ തന്നെയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾറെഡി ക്ലാസ് 10 അവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും PYQസും ഒക്കെ ആയിട്ട് അവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളുടെ +1 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് ഇപ്പം തന്നെ നേരത്തെ മുതലേ പഠിച്ചെടുക്കണം എന്ന് പറയുന്നൊരു കാര്യം അവർക്ക് മനസ്സിലായത്. അപ്പോൾ മിസ്സിന് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ, നിങ്ങൾ ഇതുവരെ CBSE എവിടെയും എത്തിയിട്ടില്ല, മിസ് പഠിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ CBSE ക്ലാസ് 10 ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട്. ഇനി അതൊന്നുമല്ല, ലാസ്റ്റ് ആയില്ലേ മിസ്സിന് എന്താ ചെയ്യാന്നുള്ളതാണെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ കാണാം. പക്ഷേ ഇനി വരുന്ന നമ്മുടെ +1 നിങ്ങൾക്ക് അത്ര ഈസി ആയിരിക്കില്ല. മിസ് പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൻ്റെ എണ്ണം ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. 5 ചാപ്റ്ററുള്ള ബയോളജിയിൽ +1ലേക്ക് 19 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസോ ലാസ്റ്റ് മിനിറ്റ് യൂട്യൂബ് ക്ലാസ്സുകളോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കില്ല. നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത്, എല്ലാവരും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും മിസ് എൻ്റെ ഫ്രണ്ട്സൊന്നും പഠിച്ചില്ല, അവരെല്ലാം എന്നെപ്പോലെയാണെന്ന് നിങ്ങൾ പറയും. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്കുള്ള തോന്നൽ മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള തോന്നൽ മാത്രമാണ്. എല്ലാവരും പഠിക്കുന്നുണ്ട്, അവരവരുടെ കാര്യങ്ങൾ സേഫാക്കി വെക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവസാനം എന്താകും, ശശിയാകും. ഓക്കെ, അങ്ങനെ എൻ്റെ കുട്ടികൾ ആരും തന്നെ ആവരുതെന്നാണ് മിസ്സിന് ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാനെല്ലാം പഠിച്ചു എന്ന് പറയുന്നത് പോലെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും പഠിച്ചു എന്ന് പറഞ്ഞു നോക്കൂ. അപ്പം നിങ്ങളുടെ ഇതുവരെ പഠിച്ചില്ല എന്ന് പറഞ്ഞ ഫ്രണ്ടും ചിലപ്പോൾ പറയും ഞാനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആരെയും കുറ്റം പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അത് നമ്മളായിട്ട് തന്നെ അവരങ്ങനെ കൊണ്ട് പറയിപ്പിക്കുക എന്നാണ്. പഠിച്ച ആളെ നമ്മൾ ഒറ്റപ്പെടുത്തുക, പഠിപ്പിസ്റ്റാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക, അത് കാരണം അവർ പറയാത്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് നേരത്തെ തന്നെ നമ്മളുടെ +1 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ സയൻസ് ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ പക്ഷേ എന്തിനാണ് ഇത്ര നേരത്തെ അഡ്മിഷൻ എടുക്കുന്നത്? മക്കളെ, നേരത്തെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വെറും 1000 സ്റ്റുഡൻസിന് മാത്രമുള്ള ബുക്ക് സെറ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ 1000 സ്റ്റുഡൻസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മിസ് ഞാൻ സയൻസ് അല്ല കൊമേഴ്സ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ജ്വാല ബാച്ചും ഉണ്ടാവും. അപ്പോഴായിരിക്കും വേറൊരു സംശയം, മിസ് ഞാൻ ഈ ഒരു സയൻസ് എടുത്ത് അല്ലെങ്കിൽ +1 സയൻസ് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എനിക്ക് എഴുതണം, എനിക്കത് ക്രാക്ക് ചെയ്യണം, ഈ 2 വർഷം കൊണ്ട് എന്നെ കൊണ്ടത് പറ്റുമോ? മക്കളെ, തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ നല്ല പോലെ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 സിലബസ് എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ നീറ്റ് എക്സാമിന് ചോദിക്കുക. അത് നിങ്ങൾ തെറോ ആയിട്ട് ക്ലീൻ ആയിട്ട് പഠിച്ചാൽ പിന്നെ എങ്ങനെ നിങ്ങൾ ക്വാളിഫൈഡ് ആവാതാവാം? അതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന രീതിയിൽ എൻട്രൻസ് എക്സാമിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തണം. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ആ കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ പൃഥ്വി ബാച്ചിലുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും അഗ്നിയുടെ ക്ലാസ്സും കൂടി കിട്ടും കേട്ടോ. പൃഥ്വി എന്ന് പറയുമ്പോൾ അതിൽ അഗ്നിയും ഉണ്ടാകും, നീറ്റും ഉണ്ടാകും. നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഈ കോച്ചിങ് കിട്ടുന്നത്. ഓക്കെ, നീറ്റിൻ്റെ ഫുൾ സിലബസ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും, PDF നോട്ട്സ് ഉണ്ടാകുന്നതായിരിക്കും, ഫുൾ സിലബസ് ക്ലാസ്സും അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് നീറ്റ് വർക്ക്ഷീറ്റ്, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ്, എല്ലാ രീതിയിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമുകളും എല്ലാം ഉണ്ടാകും. അതേപോലെ JEEക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഫുള്ളി പാക്ഡ് ആയിട്ട് നമ്മളുടെ എക്സാമിനർ റെഡിയാണ് നിങ്ങളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.